പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് BJPയും CPMഉം ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തിയും വോട്ടർമാരെ സ്വാധീനിക്കാൻ പണവും കിറ്റുകളും ഒക്കെ കൈമാറിയിട്ടുള്ള വ്യാപകമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് BJP സ്ഥാനാർത്ഥി അവരുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ തന്നെ പണം വിതരണം ചെയ്യുന്ന വീഡിയോ കോൺഗ്രസ് പിടിച്ചെടുത്ത് അത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇന്നലെ മുഴുവൻ എല്ലാവർക്കും ഏറ്റവും പാവപ്പെട്ടവരുടെ വീടുകളിൽ കൊണ്ടുപോയി പണം കൊടുക്കുകയും അവർക്ക് സാരികൾ വിതരണം ചെയ്യുകയും ചെയ്യാണ്. BJP വ്യാപകമായി സംസ്ഥാനത്തുടനീളം ഈ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ സാരി വിതരണം ചെയ്യുകയും പണം കൊടുക്കുകയും ചെയ്യാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതാണ്. പുതിയ ശീലത്തിലാണ് BJP തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പുതിയൊരു രാഷ്ട്രീയ ശീലത്തിലാണ്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ല. അത് വ്യാപകമായിട്ട് BJP സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചെയ്യാറ്. അതേസമയം CPM അതിന് പകരമായിട്ട് ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ അവസാന നിമിഷം ഒന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പബ്ലിഷ് ചെയ്തിറക്കിയാണ്. ഇന്നലെ അടൂരിലെ സ്ഥാനാർത്ഥി ശാന്തകുമാറിനെതിരായിട്ട് അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുള്ള വ്യാപകമായി പ്രിന്റ് ചെയ്ത മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്തു. വ്യാപകമായി ഒരു കൊലക്കേസിലും പ്രതിയല്ല. ഒരു തരത്തിലുള്ള അത്തരം കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്തില്ല. അദ്ദേഹം ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. വ്യാപകമായിട്ട് ഒരു കൊലക്കേസിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് കൊലപാതക കേസിലെ പ്രതിയാണ് എന്നുള്ള തരത്തിൽ വ്യാപകമായ പ്രചരണം CPMൻ്റെ അറിയപ്പെടുന്ന അടൂരിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. ഇന്നിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഒന്നും. ഇന്നിപ്പോൾ എനിക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഉള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് കയ്പ മണ്ഡലത്തിലെ, അതായത് പറവൂരിലെ LDF മണ്ഡലം കമ്മിറ്റിയല്ല, എൻ്റെ LDFൻ്റെ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സ്ഥലത്തെ കമ്മിറ്റിയുടെ പേരിലുള്ള ഒരു നോട്ടീസ് അടിച്ചിട്ടാണ് ഇന്ന് വ്യാപകമായി വിതരണം നടന്നത്. പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF ഇവിടെ നടത്തിയ പ്രചരണം അത് 20 കൊല്ലം മുമ്പുള്ള എൻ്റെ ആശുപത്രിയുടെ പടം ഇട്ടിട്ട് ആണ് ഇവിടെ പത്രം ഇറക്കിയത്. 20 കൊല്ലം മുമ്പുള്ള ഒരു ആശുപത്രി, മനസ്സിലായില്ലേ? ആ ആശുപത്രി അവിടെ 52,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതാണ്. ഒന്നും പണിതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. 18,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൻ്റെ പണി ചെയ്യാനുള്ള പൈസയും കൊടുത്തിട്ടുണ്ട്. അത് പൂർത്തിയായ 70,000 സ്ക്വയർ ഫീറ്റ് ആകും. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ആശുപത്രികളിലൊന്നാവും. എന്നിട്ട് തെറ്റായ പ്രചരണമാണ്. കഴിഞ്ഞ 2018 ഫ്ലഡിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന KSRTC സ്റ്റാൻഡിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പടമാണ്. ഫ്ലഡിൽ വെള്ളം കയറാത്തത് എവിടെയാണെന്ന്, വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറാത്ത സ്ഥലം എവിടെയാണ് പറവൂര്, അത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് KSRTC സ്റ്റാൻഡെന്ന് പ്രചരണം നടത്തുക. നിങ്ങൾ പോകുന്ന വഴിക്ക് ആ KSRTC സ്റ്റാൻഡൊന്ന് കയറി നോക്ക്. ആ KSRTC സ്റ്റാൻഡിലൊന്നുമില്ല. ഇങ്ങനെ ഈ തെറ്റായ പ്രചരണങ്ങൾ നടത്തി വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ അവസാന നിമിഷം ഇതൊന്നും ജനങ്ങൾ ഇതിലൊന്നും നിൽക്കില്ല. അവർ LDFനെതിരായും അതുപോലെ BJPക്കെതിരായും അതിശക്തമായി പ്രതികരിക്കുകയും UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും.